ഹായ് ഹലോ, നമ്മളിന്ന് ഉപ്പേരിക്ക് എടുത്തിക്കണത് വാഴത്തട്ടാണ്. നമ്മളിവിടെ പറയൽ വാഴത്തട്ട് എന്നാണ്. ഇനി എന്താ അതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ഉപ്പേരി ഉണ്ടാക്കണം, കറി വെക്കണമൊക്കെ. ചോറൊക്കെ റെഡി ആയിക്കണേ. പിന്നെ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. പിന്നെ നമ്മളിത് അരിഞ്ഞെടുത്ത ഇതുമേൽ കറ ഉണ്ടാവുക. ആ കറ പോകാൻ വേണ്ടി നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പം കറ പോകും. എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഉപ്പേരിയും കാര്യമൊക്കെ റെഡി ആയതിന് ശേഷം, ഉപ്പേരി വെച്ചിട്ടില്ല, അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കിഴങ്ങ് കറിയാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ ഇതാ റെഡിയാക്കി എടുക്കുകയാണ്. അതൊക്കെ റെഡിയാക്കി അപ്പോഴേക്ക് നമ്മളിത് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പാരും കേട്ടോ. ഇതിൽ ചമ്മന്തി കരക്കണം, അതുപോലെ അരച്ച് കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുക. അതിന് കുറച്ച് തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിക്കണേ. പിന്നെ അത് അടിച്ചെടുക്കണേ. ഇതുപോലെ അതിൻ്റെ ശേഷം നമ്മളത് ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പേരിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ്. കിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതല്ലേ ഇനി ഉള്ളതും. പിന്നെ ഇതാ കറി ഉണ്ടാക്കാൻ പോവാണ്. എന്നൊരു ചെറിയ മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കാന്താരി പറിക്കാൻ പോയതാണ്. കുറച്ച് കാന്താരിയുള്ള മൂത്ത് അതിട്ട് ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.